കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഫോട്ടോ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മാസ്ക് ഇമേജ് ഓപ്പൺ ചെയ്യാം. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഇപ്പോൾ മാസ്ക് നമുക്ക് വേണ്ട വിധം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഈ 2 ലെയറുകളും വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ആദ്യത്തെ മാസ്കിനുള്ളിൽ വരേണ്ട ഇമേജ് ആണിത്. മുകളിലേക്ക് മാറ്റിവെക്കാം. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ടു ബാക്ക് കൊടുക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് മാസ്കിന്റെ വലതുവശം ചേർത്ത് വെക്കുക. ഈ കർസർ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കർസർ ഇവിടെ നിന്നും ലെയറിന്റെ എൻഡിങ്ങിന് ഒരല്പം മുന്നിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് സാവധാനത്തിൽ ഇടതുവശത്തേക്ക് ഇതുപോലെ നീക്കി വെക്കുക. ആനിമേഷൻ എഫക്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നടുവിലത്തെ മാസ്കിനുള്ളിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യാം. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് മാസ്കിന്റെ ഇടതുവശം ചേർത്ത് വെക്കുക. ഈ കർസർ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കർസർ ഇവിടെ നിന്നും ലെയറിന്റെ എൻഡിങ്ങിന് ഒരല്പം മുന്നിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഇമേജ് സാവധാനത്തിൽ വലതുവശത്തേക്ക് നീക്കി വെക്കുക. താഴത്തെ മാസ്കിനുള്ളിൽ വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യാം. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ടു ബാക്ക് കൊടുക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് മാസ്കിന്റെ വലതുവശം ചേർത്ത് വെക്കുക. ഈ കർസർ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കർസർ ഇവിടെ നിന്നും ലെയറിന്റെ എൻഡിങ്ങിന് ഒരല്പം മുന്നിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് സാവധാനത്തിൽ ഇടതുവശത്തേക്ക് ഇതുപോലെ നീക്കി വെക്കുക. ഫ്ലൈയിങ് സ്റ്റാർ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. എല്ലാ ലെയറുകളുടെയും ലെങ്ത് ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.